നടന്ന 21ാമത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഫോട്ടോ ഫെസ്റ്റിന് ഉത്സവഛായയിൽ സമാപനമായി. എല്ലാ വർഷവും നടത്തിവരുന്ന ഫോട്ടോ ഫെസ്റ്റ് ഇത്തവണ ജനബാഹുല്യം കൊണ്ട് വിസ്മയം തീർത്തു. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഫോട്ടോ പ്രേമികളുടെ ഒഴുക്കായിരുന്നു ഇവിടെ. ഫോട്ടോഗ്രാഫിയുടെ അവസാന വാക്കായ ഫെസ്റ്റിന് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ, ഫോട്ടോ എക്സിബിഷനുകൾ, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട മറ്റു പ്രദർശനങ്ങൾ തുടങ്ങി ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന ഏവർക്കും ഒരു നവ്യ അനുഭവം തന്നെയായിരുന്നു ഇത്തവണത്തെ ഫെസ്റ്റ്. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫോട്ടോ പ്രദർശനം, സൗന്ദര്യ മത്സരം തുടങ്ങിയവ ചടങ്ങിന് മാറ്റുകൂട്ടി. ഈ 3 ദിവസത്തിനകം ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. ചടങ്ങിൽ മന്ത്രിമാരുൾപ്പെടെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിക്കാനെത്തിയിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4, 5, 6 തീയതികളിലായി നടന്ന ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2026 നിന്ന് സമാപനം കുറിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാളുകൾ പങ്കെടുത്തുകൊണ്ട്, ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫർമാർ ഈ ഫെസ്റ്റിനെ വീക്ഷിച്ചുകൊണ്ട് ഇതൊരു വലിയ ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും, മേഖലാ കമ്മിറ്റികളും, യൂണിറ്റ് കമ്മിറ്റികളും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ നമുക്കിതൊരു വലിയ മേളയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചു. ക്യാനൺ, സോണി, പാനാസോണിക്, അതുപോലെ ഫ്യൂജി, നിക്കോൺ ഉൾപ്പെടെയുള്ള ക്യാമറ കമ്പനികളും, അതുപോലെ തന്നെ എപ്സൺ, മിനോൾട്ര തുടങ്ങി ഏതാണ്ട് ലോകത്തിലെ മിക്കവാറും ബ്രാൻഡുകളുമൊക്കെ ഈ ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഫോട്ടോഗ്രാഫർമാർക്ക് പുതിയ സാങ്കേതിക വിദ്യ പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ബെന്നി ബെഹനാൻ MP, അതുപോലെ തന്നെ റോജി ജോൺ മന്ത്രി ഉൾപ്പെടെ ധാരാളം പ്രമുഖരുൾപ്പെടെ ഈ ഫെസ്റ്റിൽ വരികയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തു. JN യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ശ്രീ ടോം ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ ഈ ഫെസ്റ്റിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട്, കാരണം പുതിയ മാറ്റത്തിലേക്ക് ഈ ഫെസ്റ്റിലേക്ക് കിടക്കുന്ന
ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ്, യോഗ, സൂംബ, എയറോബിക്സ്, ഡാൻസ് പരിശീലന കേന്ദ്രം. കൂടാതെ 200ഓളം പേർക്ക് ഒത്തുചേരാൻ കഴിയുന്ന മിനി AC കോൺഫറൻസ് ഹാളും ഇവിടെ സജ്ജമാണ്. ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ, PWD റെസ്റ്റ് ഹൗസ് റോഡ്, TB ജംഗ്ഷൻ, ആറ്റിങ്ങൽ. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലവാരവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികളും കൊണ്ട് ശ്രദ്ധ നേടിയ ആസ്പെയർ എഡ്യൂക്കേഷൻ ഈ വർഷം സമ്പൂർണ്ണ റീബ്രാൻഡിംഗിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോയും പുതുക്കിയ ടൈറ്റിലും ഔദ്യോഗികമായി അവതരിപ്പിച്ചു. +1, +2 തലങ്ങളിൽ പ്രത്യേകിച്ച് ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക് പരിശീലനവും കരിയർ മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. റീബ്രാൻഡിംഗിന്റെ ഭാഗമായി കൂടുതൽ പുതുമകളും പഠന പദ്ധതികളും അവതരിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആസ്പെയർ എഡ്യൂക്കേഷനിൽ ഈ വർഷത്തെ +1, +2 അഡ്മിഷനും ആരംഭിച്ചു.